ഹലോ ഗൈസ്, ഇപ്പോൾ ഏറ്റവും അധികം കൺസേൺ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ BP, ബ്ലഡ് പ്രഷർ. ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ BP ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. ബേസിക്കലി അതൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ചിലർക്ക് ജെനറ്റിക്സ് ഇൻവോൾവ് ആവുന്നുണ്ട്, പാരമ്പര്യം വരുന്നുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഫേറ്റൽ ആവാവുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞുകൂടാം. നമ്മളിപ്പം ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, BP കൂടുതലായി തന്നെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ മരുന്ന് കഴിച്ചിരിക്കണം. കുറച്ച് നാൾ കഴിച്ചു, അപ്പം BP കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയി, അത് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെ ആവരുത്. BP പേഷ്യൻസ് വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണിത്. മരുന്ന് കഴിച്ച് BP ഒന്ന് നോർമലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ പാടില്ല. കഴിവതും മരുന്ന് കഴിക്കുക. എപ്പോഴും നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. BP നോർമലായിട്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുക. കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഡോസ് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഹോം റെമഡി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. മുരിങ്ങയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക, കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് ഡെയിലി ഒരു സ്പൂൺ വെച്ചിട്ട് കഴിച്ചു നോക്കുക. ഉറപ്പായിട്ടും BP നിങ്ങൾക്ക് കുറയും. പക്ഷെ ഭയങ്കര കൂടുതലായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, 200 മുകളിൽ അല്ലെങ്കിൽ 300 റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ മരുന്ന് കഴിക്കാൻ തന്നെ വേണം, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഡോസ് റെഗുലേറ്റ് ചെയ്യാൻ തന്നെ വേണം. അതല്ല ഇപ്പം ചെറിയ വേരിയേഷൻസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ മുരിങ്ങയില നീര് കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ നിർത്താൻ പറ്റും. ഒപ്പം റെഗുലർ വ്യായാമവും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വാക്ക് ചെയ്യുക, നടക്കുക. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെഗുലറായിട്ട് വിയർക്കുന്ന രീതിയിൽ നടക്കുക. ഇത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് കാണാറുണ്ട് പേഷ്യൻസിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും കൂടി ഇതിനൊപ്പം ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും BP നിങ്ങളെ ബോധർ ചെയ്യില്ല. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.